മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏലിയായുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ഏലിയയെ ചുഴലിക്കാറ്റിൽ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനുശേഷം ഏലീഷ തിരിച്ച് ജെറീക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഏലിയയിൽ നിന്ന് വീണ് കിട്ടിയ ഏലിയയുടെ മേലങ്കിയുമായി ഏലീഷ ജോർദാൻ്റെ കരയിൽ വന്ന് നിന്നു. അവൻ ആ മേലങ്കി വെള്ളത്തിലടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഏലിയയുടെ ദൈവമേ കർത്താവ് എവിടെ? ജലം 2 സൈഡിലേക്കും വഴിമാറി. ഏലീഷ അതിലൂടെ നടന്ന് മുന്നോട്ട് പോയി. ഏലീഷ ജെറിക്കോയിൽ എത്തിയപ്പോൾ അവിടെ ജെറീക്കോയുടെ പ്രവാചക ഗണം ഏലീഷയെ കണ്ടുകൊണ്ട് പറഞ്ഞു: ഏലിയായുടെ ആത്മാവ് ഏലീഷയിൽ കുടികൊണ്ടിരിക്കുന്നു. അവർ ഏലീഷയെ താണു വണങ്ങി സ്വീകരിച്ചു. സ്നേഹമുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏലീഷയുടെ കൂടെ നടന്ന് പ്രവാചക ദൗത്യങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ ഗുരുവിൻ്റെ കൂടെ, തൻ്റെ യജമാനിയുടെ കൂടെ നടന്ന് കിട്ടിയ ചില അനുഭവ സമ്പത്തുമായി ഏലീഷ മുന്നോട്ട് നീങ്ങുകയാണ്. ഏലിയായെ പ്രവാചകഗണം കണ്ടപ്പോൾ തന്നെ, ഏലീഷയെ പ്രവാചകഗണം കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്: ഏലിയായുടെ ആത്മാവ് ഏലീഷയിൽ കുടികൊണ്ടിരിക്കുന്നുവെന്ന്. നമ്മൾ സാവൂൾ രാജാവിനെ കുറിച്ച് കാണുന്നുണ്ട്. പ്രവാചക ഗണത്തിനെ കൂടെ നടന്നപ്പോൾ സാവൂളും പ്രവചിച്ചു കൊണ്ടേയിരുന്നു. അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളോടുകൂടെ നാം സഹവസിക്കുമ്പോൾ, അവരെ സമീപസ്ഥായിരിക്കുമ്പോൾ അവരിലുള്ള ആത്മീയ ചൈതന്യം നമ്മളിലേക്കും പകരപ്പെടും. ദൈവം നിശ്ചയിച്ചവനാണ് ഏലീഷയെ. അതുകൊണ്ടാണ് 12 നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിരയിൽ നിന്നിരുന്ന ഏലിയായുടെ മേലങ്കി ഇട്ട് കൊടുത്തുകൊണ്ട് വിളിയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ അവൻ തയ്യാറാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾക്കും ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന നല്ല മാർഗത്തിലൂടെ സഞ്ചരിച്ച് അനേകർക്ക് ദൈവത്തിൻ്റെ ചിന്തകൾ പറഞ്ഞു കൊടുക്കുവാനും അനേകരിലേക്ക് യേശുവിനെ എത്തിക്കുവാനും യേശുവിനെ ഏകരക്ഷകനും നാഥനുമായ ജനം ഏറ്റുപറയാൻ തക്ക വിധം നമ്മൾക്കും പരിശ്രമിക്കാം. സഭ നിത്യ പ്രേക്ഷിതയായിരിക്കുന്നത് പോലെ സഭയിൽ അംഗമായിരിക്കുന്ന ഞാനും പ്രേക്ഷിതനാണെന്ന് തിരിച്ചറിവോടുകൂടി അനേകരിലേക്ക് യേശുവിനെ കൊടുക്കുവാൻ നമ്മൾക്കും ഇറങ്ങിത്തിരിക്കാം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഇന്നേ ദിവസം കാലിൻ്റെ പാദം മുഴുവൻ മരയ്ക്കുകയും വേരിക്കോസിൻ്റെ രോഗത്താൽ വേദനപ്പെടുകയും ഞരമ്പ് പൊട്ടി രക്തമൊലിക്കുകയും ഓപ്പറേഷന് വിധേയരായിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തവ 2 കാലും മരിച്ചു കയറുന്ന അനുഭവമുള്ളവരുണ്ട്. യേശുവെ, നിമിഷം അവരുടെ മേലേക്ക് നിന്ന് ഇറങ്ങി വരണമേ. ആ 2 കാലിനെ മരവിപ്പിനെ നീ മാറ്റിക്കൊടുത്ത് പൂർണ്ണമായ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ നാഥൻ നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, ആ വ്യക്തികളുടെ 2 കാലും മരിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, ആ കാലിന് പൂർണ്ണമായ സൗഖ്യം കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥ, അവരെ അങ്ങ് തൊട്ട് അനുഗ്രഹിച്ചതിന് കർത്താവെ നന്ദി. ഈശോയെ നന്ദി. രോഗികളായിരിക്കുന്നവരുടെ മേൽ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വന്ന് അങ്ങയുടെ ആണിപ്പാല കർത്താവ് അവരെ തൊട്ട് അനുഗ്രഹിച്ചതിന് കർത്താവെ നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
സ്തുതി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.